റഫീഖ, ഉപ്പാക്ക് തീരെ സുഖമില്ല പോലും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. അഡ്മിറ്റ് ആയിക്കോ? അതിനെന്തിനാ എന്നോട് ചോദിക്കുന്നു? അത് അഡ്മിറ്റ് ആക്കണമെങ്കിൽ കുറച്ച് പൈസ വേണേനു. പൈസ ഞാനെന്താ പ്രിന്റ് അടിക്കുന്നുണ്ടാ എല്ലാവർക്കും ഇങ്ങനെ എടുത്തു കൊടുക്കാൻ? എൻ്റെ അടുത്ത് ഇപ്പം പൈസ ഒന്നും ഇല്ല. നീ എൻ്റെ പണി നോക്ക്. ഹലോ ജംഷീറെ, ഉമ്മ വിളിച്ചിനേനു. ഉപ്പാക്ക് തീരെ സുഖമില്ല പോലും, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം. നിന്റെ അടുത്ത് കുറച്ച് പൈസ ഉണ്ടാവുക? അയ്യോ, ഇപ്പൊ എൻ്റെ അടുത്ത് പൈസ ഇല്ലല്ലോ അബി. ഇന്നലെ ആയിരുന്നു ഉണ്ടായിരുന്ന പൈസ എടുത്ത് ലോൺ അടച്ചത്. റഫീഖ, ഉമ്മ ഇപ്പൊ രണ്ടാമതും വിളിച്ചിന്. ഉപ്പാൻ എന്തായാലും അഡ്മിറ്റ് ആക്കിയേ പറ്റുമ്പോൾ നിങ്ങൾ എവിടുന്നെങ്കിലും ഒരു 50,000 രൂപ എനിക്ക് റെഡിയാക്കി തരുവാ. നിന്റെ ഉപ്പാക്ക് സുഖമില്ല എന്ന് പറയുമ്പോൾ നീ എന്തിനാ ഇങ്ങനെ പതർന്ന്? അന്ന് എനിക്ക് ഓർമ്മയുണ്ടാ? എൻ്റെ ഉപ്പാക്ക് സുഖമില്ല, നെഞ്ഞുവേദനയാന്ന്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കണം, കുറച്ച് പൈസ നാട്ടിലേക്ക് അയക്കണം എന്ന് പറഞ്ഞപ്പോൾ നീ എന്തായിരുന്നു അന്ന് പറഞ്ഞ്? ഒന്ന് ഓർത്ത് നോക്കിയ. ഉമ്മ, ഞാൻ അക്കൗണ്ടിലേക്ക് പൈസ ഇടാം. ഉപ്പാനെ നല്ലൊരു ഹോസ്പിറ്റലിൽ തന്നെ കാണിക്കേട്ടാ. ഓ, ഉള്ള പൈസ തേച്ച് ഇനി ഇപ്പം അങ്ങോട്ടേക്ക് അയച്ചു കൊടുക്കും. എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഉപ്പാക്ക് സുഖമില്ല പോലും. ആയിക്കോട്ടെ, നിങ്ങൾ ഉപ്പാക്ക് നിങ്ങളെ ഉള്ളു മോനായിട്ട്. നിങ്ങൾ അനിയന്മാരല്ലേ ഇല്ലേ? അവർക്കെല്ലാം അയച്ചു കൊടുത്തൂടെ? നിങ്ങൾ ഇപ്പം അയക്കല്ലേ? നമുക്കിവിടെ എന്തെല്ലാം ആവശ്യങ്ങളുണ്ട്. നിങ്ങൾ പോയി നിങ്ങളെ പണി നോക്കിയാട്ടെ. ഹലോ ഉമ്മ. മോളെ, ഉപ്പാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കീനി. ഇപ്പം നല്ല സുഖമുണ്ട്. റഫീഖിനോട് പ്രത്യേകിച്ച് നന്ദി പറയണേ. റഫീഖ് രാവിലെ തന്നെ പൈസ അയച്ചതുകൊണ്ടാണ് ഉപ്പാനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കാൻ കഴിഞ്ഞിന്. ആ ഉമ്മ പറയാം. റഫീഖ, നിങ്ങൾ പൈസ അയച്ചനല്ലേ? ആരെങ്കിലും കഷ്ടപ്പെടുമ്പോൾ കണ്ണീമിറ്റ് കാണാത്ത പോലെ ആക്കാൻ എൻ്റെ വീട്ടുകാരെന്നെ പഠിപ്പിച്ചിട്ടില്ല. ഞാൻ എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എങ്ങനെയാണോ കാണുന്നത് അതേപോലെ നിൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും ഞാൻ കണ്ടിട്ടുള്ളൂ. നീയും അതേപോലെ കണ്ടിരുന്നെങ്കിൽ എനിക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. സോറി റഫീഖ, ഇനി ഞാനൊന്നും പറയില്ല.